അങ്ങനെ ബി ഹൗസിൽ നിന്ന് അഭിലാഷ് എവിക്റ്റ് ആയിരിക്കുകയാണ്. അഭിലാഷിന്റെ എവിക്ഷൻ പ്രോസസ് ഇങ്ങനെയായിരുന്നു. ഇത്തവണ 2 ഘട്ടമായിട്ടായിരുന്നു എലിമിനേഷൻ നടന്നത്. ജിഷിന്റെ എലിമിനേഷൻ സ്പൈക്കുട്ടനാണ് കൊണ്ടുപോയി കൊടുത്തത്. എന്നാൽ അഭിലാഷിന്റേത് ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ടായിരുന്നു. അവിടെ നിരത്തി വെച്ചിരിക്കുന്ന ബോക്സുകളിൽ ഓരോന്നിന്റെ മുകളിൽ ചാടിക്കഴിഞ്ഞാൽ ആരുടെ ബോക്സാണോ അമരുന്നത് അവർ സേഫ് ആവുകയും അമരാതെ നിൽക്കുന്ന ബോക്സിലുള്ളവർ എല്ലാവരും മുൾമുനയിലുമായിരിക്കും. അങ്ങനെ ഓരോരുത്തരായി സേവ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനമായി വന്നത് അഭിലാഷും സാബുമാനുമായിരുന്നു. അവസാന പെട്ടിയിലേക്ക് ചാടിയപ്പോൾ സാബുമാൻ സേവ് ആവുകയും അഭിലാഷ് ഔട്ടാവുകയുമാണ് ചെയ്തത്. അങ്ങനെ അഭിലാഷ് ബി ഹൗസിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. ഹൗസ്മേറ്റ്സിനോട് എല്ലാവരോടും യാത്ര പറഞ്ഞതിന് ശേഷം അഭിലാഷ് വീട് വിട്ട് ഇറങ്ങി. അഭിലാഷ് അവിടെ നിന്ന് യാത്രയായപ്പോൾ ഏറ്റവും അധികം വിഷമിച്ചിരുന്നത് ഒണിയലായിരുന്നു. അവരുടെ സൗഹൃദ ബന്ധത്തിന്റെ ആഴം നമ്മൾ ബി ലൈവിലും എപ്പിസോഡിലുമായി കണ്ടു കഴിഞ്ഞതാണ്. ഒണിയൽ അഭിലാഷിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിയായിരുന്നു കരഞ്ഞുകൊണ്ടിരുന്നത്. അത് കണ്ടപ്പോൾ മറ്റുള്ള ഹൗസ്മേറ്റ്സിനും സങ്കടം സഹിക്കാനായില്ല. എല്ലാവരോടും മാപ്പ് പറഞ്ഞുകൊണ്ടാണ് അഭിലാഷ് വീട് വിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും വളരെ നല്ല ഗെയിമേഴ്സാണ്. ഞാൻ നിങ്ങൾ അത്ര പോലും ഗെയിം കളിച്ചിട്ടില്ല. ബിയുടെ കവാടം കടക്കുന്നതിന് മുന്നേ അക്ബർ പറഞ്ഞു, ബിഗ് ബോസ് ഹൗസിലെ നല്ലൊരു ഗെയിമറാണ് നമുക്ക് നഷ്ടമാകാൻ പോകുന്നത്. അഭിലാഷ് നല്ലൊരു ഗെയിമറായിരുന്നു എന്നാണ് അക്ബർ കോംപ്ലിമെന്റായി പറഞ്ഞിരുന്നത്. ലാലേട്ടന്റെ അടുത്ത് എത്തിയതിനു ശേഷം ലാലേട്ടൻ അവിടെയുള്ള അഭിലാഷിന്റെ ജീവിതം കാണിച്ചു കൊടുത്തപ്പോൾ വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന അഭിലാഷിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒണിയലിന്റെയും അഭിലാഷിന്റെയും സൗഹൃദ ബന്ധം റിയലായി കണ്ടപ്പോൾ അഭിലാഷിന് ഒരുപാട് സങ്കടമായി. ലാലേട്ടനോട് ഒരിക്കൽ കൂടി എനിക്ക് വീട്ടിലുള്ളവരെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. എന്നിട്ട് വീഡിയോയിലൂടെ എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ടായിരുന്നു അഭിലാഷ് അവിടെ നിന്ന് പടിയിറങ്ങിയത്. അഭിലാഷ് എന്ന നല്ല ഗെയിമർ ഇനി ബി ഹൗസിൽ ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾക്ക് കൂടുതൽ ബി അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.